ദാസ, എടാ ദാസ. ഞാൻ പറയും ശ്രീനിവാസൻ കൂടി ഉണ്ടാകുമ്പോഴാണ് ഞാൻ പൂർണ്ണനാവുന്നത്. ഇനി അങ്ങനെ ഒരാളില്ല. ഒറ്റയ്ക്ക് തിരക്കഥ എഴുതാനിരിക്കുമ്പോൾ ഞാൻ ആലോചിക്കാറുള്ളത് ശ്രീനിവാസൻ അപ്പുറത്ത് ഉണ്ടെന്നാണ്. ശ്രീനിവാസൻ ഒരു റൈറ്റർ മാത്രമല്ല, എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുരുനാഥൻ കൂടിയാണ്. ഇനിയും ആ സങ്കല്പം തന്നെ കണ്ടിന്യൂ ചെയ്യണം. ശ്രീനിവാസൻ പോവില്ല നമ്മുടെ ജീവിതത്തിൽ നിന്ന്. ശ്രീനിവാസൻ മായില്ല. അപ്പം മഴവിൽക്കാവടി റിലീസ് ചെയ്തതിന് എൻ്റെ നെക്സ്റ്റ് വീക്ക് സസ്നേഹ ഷൂട്ടിംഗ് തുടങ്ങി. കാരണം അത് വേറെ റൈറ്ററാണ്. പിന്നെ ശ്രീനി കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സ്ക്രീൻ പ്ലേ കംപ്ലീറ്റ് ആയാലും എനിക്ക് ഷൂട്ടിംഗ് തുടങ്ങാൻ ധൈര്യമാണ്. ലൊക്കേഷനിൽ ഇരുന്നിട്ടായാലും നന്നായിട്ട് എഴുതുമെന്ന് എനിക്കറിയാം. അപ്പം മൗനരാഗം എന്നുള്ള മണിരത്നത്തിൻ്റെ സിനിമ തിയേറ്ററിൽ കണ്ട ദിവസം ഞാനും ശ്രീനിവാസനും ഒരു സെക്കൻഡ് ഷോ കണ്ടിട്ട് വരുമ്പോൾ മനസ്സങ്ങോട്ട് ഉണർന്നു. മൗനരാഗം നല്ല സിനിമ. അന്നാണ് സന്മനസ്സുള്ള സമാധാനത്തിൻ്റെ ആശയം മനസ്സിൽ വരുന്നത്. വിനോദയാത്ര എൻ്റെ ഒരു സിനിമാ ജീവിതത്തിൽ വളരെ വ്യത്യസ്തമായൊരു അനുഭവമായിരുന്നു. കാര്യം വലിയ ബഹളങ്ങളുള്ള കഥയല്ല, വലിയ ഞെട്ടിപ്പിക്കുന്ന ക്ലൈമാക്സ് അല്ല, പക്ഷെ എൻജോയിങ് ആണ്. ഈ സത്യമംഗലം കാടുകളിൽ മറ്റേ വീരപ്പന്റെ വിളയാട്ടുള്ള സമയത്ത് ഈ ദാസനും വിജയനും വീരപ്പനെ പിടിക്കാനൊന്ന് കാട്ടിലേക്ക് വിട്ടാലോ എന്ന് ഞാൻ ആലോചിച്ചിരുന്നു. ഈ കഴിഞ്ഞ സിനിമ കഴിഞ്ഞപ്പോൾ തന്നെ ലാല് പറഞ്ഞു നമുക്ക് രസകരമായ കൊച്ചു സബ്ജക്റ്റുകൾ സിനിമയാക്കണം. അതായത് ഒരു നടന് ഇത്രയും കൂടുതൽ കാലം 47 കൊല്ലം ക്യാമറയുടെ മുന്നിൽ നിന്നിട്ടും അഭിനയത്തിനോടുള്ള ഒരു കൊതി തീർന്നിട്ടില്ല എന്നുള്ള എൻ്റെ സൂചനയാണ്. എത്ര സിനിമ മാറിയെന്ന് പറഞ്ഞാലും മനസ്സിനെ ടച്ച് ചെയ്യുന്ന ഒരു വിഷയം ഉണ്ടായാൽ ജനങ്ങൾ ഒന്നിച്ച് ആ സിനിമ കാണാൻ വരുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണ് ഈ അടുത്ത കാലത്ത് ഇറങ്ങി വിജയിച്ച സിനിമകൾ. നമസ്കാരം. ചില സിനിമകളുണ്ട്, അത് കാണുമ്പോൾ നമുക്ക് അത്രയും പ്രിയപ്പെട്ട ആരോ എഴുതിയ ഒരു കത്ത് വായിക്കുന്ന സുഖം തോന്നും. മലയാള സിനിമയിൽ അത്തരം സ്നേഹ കത്തുകൾ കൊണ്ട് ഒരു വിസ്മയം തീർത്ത മാന്ത്രികനാണ് സത്യൻ അന്തിക്കാട് സർ. ഇന്ന് സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം സർ. നമസ്കാരം. എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷങ്ങളും നല്ല വിശേഷങ്ങൾ. ഞാനിങ്ങനെ ഒരു സിനിമ കഴിഞ്ഞാൽ ഉള്ളൊരു വിശ്രമ സമയമുണ്ട്. വിശ്രമ സമയത്തിലാണ് അപ്പോൾ ഹൃദയപൂർവ്വം കഴിഞ്ഞിട്ടുള്ള ഒരു വിശ്രമ സമയത്തിലാണ്. ഓക്കെ. ഇപ്പം തിയേറ്റേഴ്സിൽ സർവ്വമായ്ക്ക് അത്രയും ഗംഭീര റെസ്പോൺസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആസ് എ പ്രൗഡ് ഫാദർ സാറിന് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും അത് സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ അഖില് എൻ്റെ കൂടെ തന്നെയായിരുന്നു കൂടുതൽ, ഒരു 10 വർഷം എൻ്റെ അസോസിയേറ്റ് ആയിരുന്നു. അപ്പം ഈ സിനിമയുടെ ഒരു സക്സസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഈ പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട്. സിനിമ മാറി ഒരുപാട്, ഇപ്പോൾ പഴയ ടൈപ്പല്ല, ഫാമിലി പ്രേക്ഷകന് വേണ്ടിയിട്ടല്ല സിനിമ ചെയ്യേണ്ടത്, ന്യൂജന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുന്ന അതിന് വലിയ കാര്യമില്ല എന്നത് മനസ്സിലാവും. കാര്യം ഞാൻ തിയേറ്ററിൽ കാണുമ്പോൾ വളരെ പ്രായമായ ആൾക്കാരും ചെറിയ കുട്ടികളും കുടുംബങ്ങളടക്കം ഒന്നിച്ച് തിയേറ്ററിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ നല്ല സിനിമ കൊടുത്തു കഴിഞ്ഞാൽ വലിയ വയലൻസും വലിയ ഗിമിക്സും ഒന്നും ഇല്ലെങ്കിലും ജനം തിയേറ്ററിലേക്ക് എത്തും എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണ്. ഹൃദയപൂർവ്വം അതങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ ഈ ക്രിസ്മസിനും ഒരു സർവമായ ഒരു വലിയ വിജയമായി മാറുന്നതിൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ്, സമാധാനമാണ്. ഒരു പടം സക്സസ് ആകുമ്പോൾ അതൊരു വലിയ ആശ്വാസമാണ്. അതെ. ഓക്കെ. അപ്പം നമ്മുടെ വിനോദയാത്ര 4K മിഴിവോടെ ഇപ്പം യൂട്യൂബിൽ റിലീസ് ചെയ്യാൻ പോവാണ്. അപ്പം ഇപ്പൊ പുതിയ തലമുറയുടെ മുന്നിലേക്ക് അത് എത്തുമ്പോൾ സാറിന് എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? എനിക്ക് തോന്നുന്നത് വിനോദയാത്രയ്ക്ക് ഒരു കാലപ്പഴക്കം വരാൻ സാധ്യതയില്ല. ഇപ്പോഴും അത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ട്രെൻഡിങ് ആണ്. അതെ അതെ. അത് അന്ന് ചെയ്യുമ്പോൾ തന്നെ ഒരു പുതിയ തലമുറയ്ക്കുള്ള, എക്കാലത്തെയും പുതിയ തലമുറയ്ക്കുള്ള സിനിമയായിട്ടായിരുന്നു. അത് ഞാൻ തന്നെയാണ് എൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയത്. എസ് കുമാറാണ് എൻ്റെ ക്യാമറ, ഇളയരാജയായിരുന്നു മ്യൂസിക്. അത് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കറിയാം ഈ നമ്മുടെ നാട്ടിലെ ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരൻ്റെ മനസ്സാണ് അതിൽ വിനോദം എന്നുള്ള കഥാപാത്രത്തിലൂടെ, ദിലീപിൻ്റെ കഥാപാത്രത്തിലൂടെ കൊണ്ടുവരുന്നത്. അപ്പോൾ അന്ന് റിലീസ് ചെയ്ത സമയത്ത് തന്നെ അതിൻ്റെ പല ഡയലോഗ്സുകളും അന്ന് ഹിറ്റായിരുന്നു. 1 കിലോ അരിക്ക് എന്താ വില എന്നൊക്കെ ഉള്ളതൊക്കെ. അപ്പം വിനോദയാത്ര എൻ്റെ ഒരു സിനിമാ ജീവിതത്തിൽ വളരെ വ്യത്യസ്തമായൊരു അനുഭവമായിരുന്നു. കാര്യം വലിയ ബഹളങ്ങളുള്ള കഥയല്ല, വലിയ ഞെട്ടിപ്പിക്കുന്ന ക്ലൈമാക്സ് അല്ല, പക്ഷെ എൻജോയിങ് ആണ്. അത് റിലീസ് ചെയ്യുന്ന സമയത്ത് അത്രയും ആളുകൾ അത് ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. എനിക്ക് അതിലെല്ലാം മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡും സ്റ്റേറ്റ് അവാർഡും എനിക്ക് കിട്ടിയിരുന്നു. അപ്പം അതൊരു വലിയ സന്തോഷമാണ്. ഞാനപ്പോൾ അന്ന് വിനോദയാത്ര കണ്ടിട്ടില്ലാത്ത ഒരു വലിയ വിഭാഗമുണ്ട്. അന്ന് കുട്ടികളായിരുന്നവർ ഇന്ന് വലുതായിരിക്കുന്നു. 10-18 കൊല്ലത്തെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഇത് കാണുമ്പോൾ വളരെ ഫ്രഷ് ആയിരിക്കും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഈ വിനോദയാത്രയിലെ വിനോദ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഒരുപാട് യുവതലമുറയിലെ ഒരുപാട് ചെറുപ്പക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. ഉഴപ്പനാണ്, എന്നാലും ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു നായകൻ. ഒരു 10-18 വർഷം മുന്നേ അതുപോലത്തെ ഒരു നായകനെ പറ്റി ചിന്തിക്കാൻ ഒരു പ്രേരണ എവിടെ നിന്നായിരുന്നു? അല്ല, പ്രധാനമായിട്ടും നമുക്ക് നമ്മുടെ തന്നെ വീടുകളിലും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളെ ഒബ്സർവ് ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ ഒരു കഥാപാത്രങ്ങൾ കിട്ടും. അപ്പോൾ അത് 18 കൊല്ലം മുമ്പായാലും
30 കൊല്ലം മുമ്പായാലും അത്തരം ചെറുപ്പക്കാർ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. അപ്പം ഞാൻ ചിന്തിച്ചിരുന്നത് അന്ന് എൻ്റെ മക്കളടുത്ത് 1 കിലോ അരിക്ക് എന്താ വില എന്ന് ചോദിച്ചാൽ അവർക്ക് അറിയില്ല. മനസ്സിലായില്ലേ? പിന്നെ നമുക്ക് തോന്നും ജീവിതം മുഴുവൻ നമ്മൾ കണ്ടു കഴിഞ്ഞു, പക്ഷെ അതിനേക്കാൾ അപ്പുറത്താണ് ജീവിതം എന്നുള്ള ഒരു സത്യം കൂടിയുണ്ട്. അപ്പോൾ ഇത് കാലങ്ങൾക്ക് അതീതമായിട്ടുള്ളൊരു വികാരമാണ്. അതിന് കാലപ്പഴക്കമില്ല. മനസ്സിലായില്ല? അത്തരം ചെറുപ്പക്കാർ എന്നും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ നമ്മൾ സന്ദേശം എന്നുള്ള സിനിമ 34 കൊല്ലം മുമ്പ് എടുത്താണ്. ഇന്നും അത് പുതിയതായിട്ട് നിൽക്കുന്നത്. അന്നത്തെ തന്നെ കാര്യങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കില്ലേ? അതുപോലെ തന്നെയാണ് വിനോദയാത്രയിലെ ആശയത്തിന് കാലപ്പഴക്കം സംഭവിക്കില്ല. അപ്പൊ വിനോദ് ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴത്തെ പുതിയ തലമുറയിൽ എനിക്ക് തോന്നുന്നു വിനോദമാർ കൂടുതലായിട്ടുണ്ട്. അന്നത്തേക്കാൾ കൂടുതലാണ് വിനോദമാരുള്ളത്. അപ്പൊ അവർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. വിനോദയാത്രയിൽ അഭിനയിച്ച KPS ലളിത ചേച്ചി ആയിക്കോട്ടെ, ഇന്നസെന്റ് സാർ ആയിക്കോട്ടെ, നെടുമുടി വേണുചേട്ടൻ, ഇവരെയൊക്കെ നമ്മൾ ഡിജിറ്റലിൽ പുനർജനിക്കാൻ പോവാണ് ഈ റിലീസോടെ. അപ്പോൾ അവരെയൊക്കെ ഒന്നും കൂടെ കാണാൻ പോകുമ്പോൾ സാറിന്റെ ഒരു ഉള്ളിലേക്ക് ഓടിയെത്തുന്ന ഒരുപാട് മെമ്മറീസ് ഉണ്ടാവൂലേ? എൻ്റെ ഒരു സിനിമാ കുടുംബം ആയിട്ട് അവരവരെയൊക്കെ പറ്റി പറയാറുണ്ട്. ഇപ്പോൾ ഒടുവിൽ ഉണ്ണേഷൻ ശങ്കരാടി തൊട്ട് ഈ പറഞ്ഞ പോലെ ശ്രീനിവാസൻ വരെയുള്ള ആൾക്കാർ. അപ്പോൾ ഈ പടത്തിൽ പ്രത്യേകിച്ചും ഇന്നസെൻ്റ് എൻ്റെ ഏറ്റവും വളരെ പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു. ഇന്നസെൻറ്റും ലളിത ചേച്ചിയും ഒന്നും ഇല്ലാതെ ഒരു സിനിമ എടുക്കാനതിനെ പറ്റി എനിക്കന്ന് ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അവരില്ല എന്നുള്ളത് ഇപ്പോൾ വലിയ മിസ്സിങ് ആണ്. ഇപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു സിനിമയ്ക്ക് തിരക്കഥ എഴുതാനിരിക്കുമ്പോൾ നമുക്ക് പലരുടെയും മുഖങ്ങളില്ലാതാവുന്നു. പല ക്യാരക്ടേഴ്സിൻ്റെയും ആര് ചെയ്യും എന്നുള്ള അത് വല്ലാത്തൊരു മിസ്സിങ് ആണ് ആസ് എ ഡയറക്ടർ. അപ്പം ഇവരാരും ഇപ്പം ഇല്ല എന്നുള്ളത് വലിയൊരു ശൂന്യത സൃഷ്ടിച്ചിട്ടുണ്ട്. വിനോദയാത്ര വീണ്ടും റിലീസ് ചെയ്യുമ്പോൾ അതിലൂടെയൊക്കെ ഇവരെ വളരെ ലൈവായി കാണാൻ സാധിക്കുന്നത് വലിയ സന്തോഷമാണ്. ഞാൻ പറയാറുള്ളത്, എനിക്ക് തോന്നാറുള്ള ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്, ഇവരൊക്കെ ആരോഗ്യമുള്ളപ്പോൾ അവരുടെ വളരെ നന്നായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മാക്സിമം അവരെ എൻ്റെ സിനിമകളിൽ ഉൾപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളത് എൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇപ്പം നെടുമുടി വേണു ആയാലും അല്ലെങ്കിൽ KPS എഴുതിയായാലും ഇന്നസെൻ്റ് ആയാലും ആ തലമുറയിലുള്ള മാമുക്കോയ, ഒടുവിൽ ഉണ്ണേഷൻ, ഇവരൊക്കെ എൻ്റെ സിനിമകളിലെ ഒരു പ്രധാന ഭാഗം തന്നെയായിരുന്നു. അപ്പോൾ അവരെ മാക്സിമം എനിക്ക് യൂസ് ചെയ്യാൻ സാധിച്ചല്ലോ, ഉപയോഗിക്കാൻ സാധിച്ചല്ലോ എന്നുള്ള ഒരു സന്തോഷമുണ്ട്. എങ്കിലും അതൊരു മിസ്സിംഗ് ആണ്. ഓക്കെ. അപ്പോൾ ഇതിലാണെങ്കിൽ അഭിനയിച്ച മീര ചേച്ചിയുടെ ക്യാരക്ടർ അനുപമ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ സത്യം പറഞ്ഞ ജീവിതത്തോടുള്ളൊരു പോരാട്ടമാണ് കാണിക്കുന്നത്. അപ്പം ആ ഒരു ക്യാരക്ടറിനെ പറ്റി എഴുതുന്ന സമയത്ത് സാറിന്റെ മുഖത്ത് മൈൻഡിൽ മീര ചേച്ചി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു ക്യാരക്ടറിന്? അത് വലിയ അതിശയകരമായ സംഗതിയാണ്. അതായത് ഞാൻ ആദ്യം ചിന്തിച്ചിരുന്നത് ദിലീപിനെ കേന്ദ്രീകരിച്ചിട്ടൊരു സിനിമ. അപ്പോൾ കലാസംഘത്തിന്റെ സിനിമയായിരുന്നു പറക്കും നിലയം, അതിൽ ദിലീപാണ്. അപ്പോൾ കലാസംഘത്തിന് വേണ്ടി ഹംസയ്ക്ക് വേണ്ടി സിനിമ ചെയ്യുമ്പോൾ ദിലീപ് നായകനായിട്ട്, മാത്രമല്ല എൻ്റെ തൂവൽ കൊട്ടാരം എന്നുള്ള സിനിമയിൽ ദിലീപ് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. എൻ്റെ സിനിമകളിൽ അധികം പുള്ളി വന്നിട്ടില്ല. അപ്പോൾ ദിലീപ് ചെയ്യുമ്പോൾ ദിലീപ് എന്ന ആക്ടർക്ക് എന്തെല്ലാം സ്പെഷ്യാലിറ്റി വേണമെന്നാണ് ഞാൻ ആലോചിച്ചു. ദിലീപിന്റെ കുസൃതികൾ കുട്ടികൾക്ക് ഇഷ്ടമാണ്. ദിലീപിന്റെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഹ്യൂമർ ആൾക്കാർക്ക് ഇഷ്ടമാണ്. അത് ദിലീപിനെ നമുക്കൊക്കെ, അപ്പോൾ ദിലീപിനെ പറ്റുന്ന വിധത്തിലാണ് ആ ക്യാരക്ടർ രൂപപ്പെടുത്തിയത്. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള ദിലീപിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് സിനിമ ചെയ്യുന്നു, മറ്റൊരു പുതിയ പെൺകുട്ടി ചെയ്യട്ടേതായിരുന്നു ഉദ്ദേശം. അപ്പോൾ അനുപമയ്ക്ക് ഒരു പുതിയ ക്യാരക്ടറിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തി 1-2 കുട്ടികളെ ഓഡീഷൻ ചെയ്ത് കൊണ്ടുവന്നു. ഞാൻ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തു. കാര്യം പുതുമുഖം വെച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആ കൊണ്ടുവന്ന പുതുമുകൾക്കൊന്നും ഇവരുടെ കൂടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ദിലീപിൻ്റെയും അല്ലെങ്കിൽ മുകേഷിൻ്റെയും ഒക്കെ കൂടെ പിടിച്ചു നിൽക്കാൻ തീരെ സാധിക്കുന്നില്ല. ആ സമയത്ത് മീര ജാസ്മിൻ്റെ ഡേറ്റേ ഇല്ല. മീര ജാസ്മിൻ ഏതൊക്കെ തമിഴ് സിനിമകളിലൊക്കെയാണ്. പക്ഷേ എനിക്ക് മീര ജാസ്മിനായിട്ട് വളരെ കൂടുതൽ അടുത്ത ബന്ധമുണ്ട്. രസതന്ത്രവും അച്ഛൻ്റെ അമ്മയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരെ മീനേനെ വിളിച്ചിട്ട് പറഞ്ഞു രക്ഷപ്പെടുത്തണം എങ്ങനെയാണ്. അപ്പോൾ മീര ഏതോ തമിഴ് പടത്തിൽ അഭിനയിക്കുകയാണ്. ഞാൻ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തു, മീര വന്നേ പറ്റൂ. അങ്ങനെ മീര വന്നിട്ടാണ് ആ ക്യാരക്ടർ ചെയ്യുന്നത്. അത് നമ്മളോടുള്ള ഒരു സ്നേഹം കൊണ്ട്. ഇതുപോലെ തന്നെ ഗോളാന്തര വാർത്ത എന്നുള്ള സിനിമ ചെയ്യുന്ന സമയത്ത് ശോഭനും ഇതുപോലെ വന്നിട്ടുണ്ട്. ഞാൻ വേറൊരു കുട്ടിയെ ഇട്ട് നോക്കിയതാണ്. അപ്പം ഒരു പുതുമുഖത്തിനെ താങ്ങൂല, അതിനേക്കാൾ കുറച്ചുകൂടെ വെയിറ്റുള്ള റോളാണ് അനുപമയുടെ. പക്ഷെ മീര വന്നപ്പോൾ അത് ഭയങ്കര ഒരു കോമ്പിനേഷനായി. ചില സിനിമകൾ അങ്ങനെയാണ്. സിനിമ വിധിക്കപ്പെട്ടിട്ടുണ്ട് ആരൊക്കെ എവിടെയൊക്കെയാണെന്നുള്ളത് നമ്മളതിലേക്ക് എത്തിപ്പിക്കുക എന്നുള്ളതാണ്. സാർ ഒരുപാട് പുതുമുഖങ്ങളെ സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ അവരൊക്കെ സൂപ്പർ സ്റ്റാർ. ഇപ്പം നയൻതാര മാം ആയിക്കോട്ടെ, അസിൻ മാം ആയിക്കോട്ടെ, അവരെയൊക്കെ സിനിമയിലേക്ക് കൊണ്ടുവന്നത് സാറാണ്. അപ്പോൾ അവർക്ക് ഇപ്പം ഇത്രയും ടോപ്പ് പൊസിഷനിൽ എത്തുമ്പോൾ ഇവരൊക്കെ കൊണ്ടുവന്നൊരു ആ ഒരു പ്രൗഡ് ഫീലിംഗ് എങ്ങനെയാണ്? അല്ല, അതൊരു വലിയ സന്തോഷം തന്നെയാണ്. കൊണ്ടുവന്നു എന്ന് പറയാനേക്കാളും നല്ലത് അവരുടെ ആദ്യത്തെ സിനിമ എൻ്റെതായി മാറി എന്നുള്ളത് എൻ്റെ ഒരു സന്തോഷം, എൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ്. കാര്യം
ഞാനല്ലെങ്കിൽ വേറൊരു സംവിധായകനിലൂടെ നയൻതാര വരുമായിരുന്നു, അല്ലെങ്കിൽ ഞാനല്ലെങ്കിൽ വേറൊരു സംവിധായകൻ സംയുക്ത വർമ്മയായാലും അസിനായാലും ഒക്കെ വരുമായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ആ സമയത്ത് എൻ്റെ സിനിമയ്ക്ക് പറ്റുന്ന വിധത്തിൽ അവർ ഉൾപ്പെടുത്താൻ സാധിച്ചു. അതുമാത്രമാണ് എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉള്ളത്. ബാക്കി അവരുടെ കഴിവുകൊണ്ടാണ്, അവരുടെ ടാലൻസ് ആളുകൾ തിരിച്ചറിഞ്ഞു, അവർക്ക് നല്ല നല്ല സിനിമകൾ കിട്ടി, അങ്ങനെ അവർ സ്റ്റാറായി മാറണം. അപ്പോൾ നമുക്കൊരാളെ ഞാൻ ഉയർത്തിക്കൊണ്ടുവന്നൊന്നും ഒരു അവകാശവാദമില്ല. പക്ഷേ ഒരു സന്തോഷമുണ്ട്, ഒരു സ്വകാര്യ സന്തോഷമാണ്. ഇപ്പോൾ നയൻതാര ഇടയ്ക്ക് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ സംയുക്ത വർമ്മ ഇടയ്ക്ക് കോൺടാക്ട് ചെയ്യുമ്പോഴൊക്കെ അവരെ സിനിമയുടെ വാതിലുകൾ തുറന്ന് തുറക്കാൻ സാധിച്ചു എന്നുള്ളതൊരു സന്തോഷമാണ്. പക്ഷെ അത് എൻ്റെ മാത്രം ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഞാൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംവിധായകരിലൂടെ അവർ സിനിമ താരമാവാൻ വേണ്ടി ജനിച്ചവരാണ്. അപ്പോൾ അതിനുള്ള വിധി അവരെ എന്നെ അതിന് തെരഞ്ഞെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പം മീര ജാസ്മിനെ തിരിച്ചു കൊണ്ടുവന്നത് സാറാണ്, അതുപോലെ തന്നെ സംഗീത മാമിനെ ഒക്കെ തിരിച്ചു കൊണ്ടുവന്നത് സാറാണ്. അപ്പം ഇതിന് പിന്നിലുള്ള ഒരു ഇതെന്താണ്? അത് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് സിനിമയുടെ വലിയ സെക്ഷനാണ്. അപ്പോൾ ഒരു ക്യാരക്ടേഴ്സ്, ഒരു സിനിമ ഉണ്ടാക്കുമ്പോൾ ഒരു ക്യാരക്ടേഴ്സ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പരിചയം മാത്രമല്ല അതിന് വേണ്ടത്, ഈ ക്യാരക്ടർ ആര് ചെയ്താൽ നന്നാവും, അതൊരു വലിയ സിനിമയുടെ വലിയൊരു വിജയത്തിൻ്റെ ഘടകമാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ മീര ജാസ്മിൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ സംഗീത, ഇപ്പോൾ ഹൃദയപൂർവ്വത്തിൽ ആ ക്യാരക്ടർ സംഗീത ചെയ്യുന്നതാണ് ബെസ്റ്റ് എന്ന് നമുക്ക് തോന്നാണ്. കാരണം മോഹൻലാലിന് വേണമെങ്കിൽ സംഗീതയോടും പ്രേമം തോന്നാം, മാളവിയോടും പ്രേമം തോന്നാം, അല്ലാതെ വല്ലാതെ വയസ്സിൻ്റെ വ്യത്യാസങ്ങളില്ല, കാണാൻ സുന്ദരിയാണ്. അപ്പോൾ ആപ്റ്റായിട്ടുള്ള ക്യാരക്ടേഴ്സ് വരും. അപ്പോൾ സർവമായ എന്നുള്ള സിനിമ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കാസ്റ്റിംഗ് ഒരു ഡെലിവറി എന്നുള്ള കുട്ടി റിയ ചെയ്തതാണ് അതിൻ്റെ ഏറ്റവും നല്ല ഒരു പ്ലസ് പോയിന്റ് ആയി മാറിയത്. അതുപോലെ തന്നെ രഘുനാഥ് പലേരി അച്ഛനായിട്ട് അഭിനയിച്ചത്. അഖില വളരെ പെട്ടുകളാണ് ആ ക്യാരക്ടേഴ്സൊക്കെ കറക്റ്റ് കാസ്റ്റിങ്ങിന് കൊണ്ടുവരാനായിട്ട്. അപ്പം ഇവരൊക്കെ സെലക്ട് ചെയ്യുക എന്നുള്ളത് ഒരു കഥ മനസ്സിൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ മനസ്സിൽ മുഖങ്ങൾ വരിക എന്നുള്ളത്. അപ്പോൾ മീര ജാസ്മിൻ ചെയ്താൽ നന്നായിരിക്കുമെന്ന് തോന്നിയാൽ മീരനെ തന്നെ കാസ്റ്റ് ചെയ്താലാണ് നന്നാവുക. അതുപോലെ തന്നെ സംഗീതമായാലും വേറെ ഏത് ആക്ട്രസ്മാരായാലും. ഇപ്പോൾ ഉർവശി 8 വർഷം സിനിമയിൽ മാറിയതിനു ശേഷമാണ് അച്ഛൻ്റെ അമ്മയിൽ വീണ്ടും ഉർവശി വന്നത്. അന്ന് ഉർവശി അഭിനയിക്കുന്നേ ഇല്ല, പക്ഷെ എൻ്റെ മനസ്സിൽ ഉർവശിയാണ് വന്നത്. അപ്പോൾ ഞാൻ ഉർവശിയെ നിർബന്ധിച്ചിട്ടാണ് ഉർവശി ആ സിനിമയിൽ അഭിനയിച്ചത്. സോ അതുപോലെ തന്നെ ഇപ്പം വിനോദയാത്രയിലെ ഗണപതി ചെയ്ത ഒരു ക്യാരക്ടർ, അതാണെങ്കിൽ ആ ഒരു പാട്ടും ഇപ്പോഴും ഭയങ്കര സൂപ്പർ ഹിറ്റാണ്. അത് അന്നാണെങ്കിൽ ഒരു ചെറിയ പയ്യനെ കൊണ്ട് അങ്ങനത്തെ ഒരു പാട്ടും ആ ഒരു ഇത് ചെയ്യിപ്പിക്കുമ്പോൾ അത് ഇത്ര ഹിറ്റാവുമെന്ന് സാറ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? ഗണപതി ഒന്ന് അഭിനയിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് തോന്നിയിരുന്നു ഇവൻ ഒരു മടിയില്ല, ഒരു ഇൻഹിബിഷനും ഇല്ലാതെ വളരെ പ്ലസന്റ് ആയിട്ടുള്ളൊരു പയ്യനാണ്, ഭയങ്കര സ്മാർട്ടായിട്ടുള്ള പയ്യനാണ്. അപ്പം വെറുതെ അല്ല ഗണപതിത്തിൽ ഇപ്പോൾ വലിയൊരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ആക്ടറായി മാറി തുടങ്ങിയത്. ഗണപതിയുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ഞാൻ ഗണപതിയുടെ അച്ഛൻ എൻ്റെ സുഹൃത്താണ്, അമ്മ അവരോടും ഞാൻ പറഞ്ഞു എനിക്ക് ഇവനെ കണ്ട് ഇവനെ ദത്തെടുക്കാൻ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു എടുത്തോളൂ കുഴപ്പമില്ല, പക്ഷെ ഒറ്റ ദിവസം കഴിയുമ്പോൾ തിരിച്ചു കൊണ്ടുവിടും, അത്രയും വികൃതിയാണ് എന്ന് പറയുന്നു. അപ്പോൾ അത്രയും വികൃതി ഉള്ളതുകൊണ്ടാണ് ആ പാലും പഴവും കൈകളിൽ എന്നുള്ള അവന് ഇത്രയും രസകരമായി ചെയ്യാൻ സാധിച്ചത്. പിന്നെ ഗണപതിയുടെ ഉള്ളിൽ ഒരു ആക്ടർ ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നപ്പോഴാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ എത്തുമ്പോൾ കുട്ടിയാണല്ലോ. ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ അസോസിയേറ്റ്സിൻ്റെ അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവൻ ചിലപ്പോൾ വല്ലൊരു നടനായി മാറാൻ സാധ്യതയുണ്ട്. കാര്യം ഒരു നടന് വേണ്ടത് ആദ്യത്തെ ഒരു കഴിവെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് കൃത്യമായി ഗ്രഹിക്കാനുള്ള ഒരു ഇത് വേണം, പിന്നെ ഒരു കോമൺ സെൻസ് വേണം. അങ്ങനെ ബുദ്ധി ഉണ്ടെങ്കിൽ നന്നായിട്ട് അഭിനയിക്കാൻ പറ്റും. ആ ബുദ്ധിയുള്ള കുട്ടിയാണ് ഗണപതി. വിനോദയാത്രയിൽ ഒരുപാട് തമാശകൾ, ഭയങ്കര റീവാച്ചിങ് വാല്യൂ ഉള്ള ഒരുപാട് തമാശകളുണ്ട്. അപ്പോൾ അതിനകത്ത് ഷാജി രാഘവനും പിന്നെ വിനോദുമായിട്ടുള്ള ഒരുപാട് ഇതൊക്കെ നമ്മളിപ്പോഴും നമ്മൾ കണ്ട് നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കുന്ന ഇതാണ്. അപ്പം അത് തിരക്കഥയ്ക്കപ്പുറം എന്തെങ്കിലും ഇംപ്രവൈസേഷൻസ് ഉണ്ടായിരുന്നോ അവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ? ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇംപ്രവൈസേഷൻ, തിരക്കഥ ഞാൻ തന്നെ എഴുതുന്നതായതുകൊണ്ട് ഞാനത് കംപ്ലീറ്റ് എഴുതി അടിവരയിട്ടതിന് ശേഷം ഫുൾ സ്ക്രിപ്റ്റ് ആയതിനു ശേഷമാണ് ലൊക്കേഷനിലേക്ക് വന്നത്. നേരെ കുറച്ച് ശ്രീനിവാസൻ എഴുതുന്ന സ്ക്രിപ്റ്റ് ആണെങ്കിൽ ലോഹിദാസ് എഴുതുന്ന സ്ക്രിപ്റ്റ് ആണെങ്കിൽ അവരെഴുതി തുടങ്ങിയാൽ ഞാൻ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യും. എനിക്കറിയാം അവർ നന്നായി ചെയ്തോളൂ. എനിക്ക് എന്നെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഞാനത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം, അപ്പോൾ അതിൽ ഓൾറെഡി ഇപ്പോൾ അതിൻ്റെ വിനോദയാത്രയുടെ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് സ്ക്രിപ്റ്റ്. അപ്പോൾ അതിൽ നോക്കിയാൽ കാണാം അത് ആദ്യത്തെ ഡ്രാഫ്റ്റാണ്. അപ്പോൾ അതിൽ തന്നെ ഈ സീക്വൻസുകളൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ അഭിനയിക്കുമ്പോൾ അതിൽ ചെറിയ പുതിയ ഇംപ്രവൈസേഷൻസ് വരും സ്വാഭാവികം. പ്രത്യേകിച്ച് മുകേഷും ദിലീപൊക്കെ വെച്ചാൽ പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് മുഴുവൻ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പലപ്പോഴും പറയും ഒരു സംവിധായകൻ സ്വാർത്ഥനായിരിക്കണം സ്വന്തം സിനിമയിൽ. എന്തൊക്കെ എവിടെ നിന്നൊക്കെ നല്ലത് കിട്ടുന്നോ അത് മുഴുവൻ അതിലേക്ക് ഉപയോഗിക്കാൻ സാധിക്കണം. വിനോദയാത്രകൾ അങ്ങനെയാണ്. ഇവരെല്ലാവരും നല്ല എല്ലാ കോൺട്രിബ്യൂഷൻസ് അവരുടെ എല്ലാ സംഭാവനകളും
ഞാനതിൽ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 86 കാലഘട്ടങ്ങളിൽ സാറ് 5 സിനിമ സാറിന് റിലീസ് ആയിട്ടുണ്ട്. പക്ഷെ പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ വർഷത്തിലൊരു പടം അങ്ങനെ ആയിട്ട് കുറഞ്ഞു. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ 1.5 വർഷം 2 വർഷം കൂടുമ്പോഴാണ് സാറിന്റെ ഒരു സിനിമകൾ കാണുന്നത്. എന്തുകൊണ്ടാണ് എണ്ണം കുറയ്ക്കാൻ? അത് പേർപ്പസ്ഫുള്ളി അങ്ങനെ കുറയ്ക്കുന്നതാണോ? അല്ല, അന്ന് ശ്രീനിവാസൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ശ്രീനിവാസനെ പോലൊരു റൈറ്റർ, പിന്നെ ലോഹിദാസ് ഉണ്ട്, അല്ലെങ്കിൽ രഘുനാഥ് പലേരി ഉണ്ട്. അങ്ങനെ എൻ്റെ മനസ്സുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് റൈറ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ അവരായിട്ട് ഒരു കഥ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന്, വളരെ പെട്ടെന്ന് അത് സിനിമയ്ക്ക് മാറ്റാൻ സാധിക്കും. അപ്പോൾ മഴവിൽ കാവടി എന്നുള്ള സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഞാൻ ലോഹിദാസായിട്ട് സസ്നേഹത്തിൻ്റെ കഥ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ മഴവിൽ കാവടി റിലീസ് ചെയ്തതിന് എൻ്റെ നെക്സ്റ്റ് വീക്ക് സസ്നേഹം ഷൂട്ടിംഗ് തുടങ്ങി. കാരണം അത് വേറെ റൈറ്ററാണല്ലോ. അപ്പോൾ പിന്നെ ശ്രീനി കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സ്ക്രീൻ പ്ലേ കംപ്ലീറ്റ് ആയാലും എനിക്ക് ഷൂട്ടിംഗ് തുടങ്ങാൻ ധൈര്യമാണ്. ലൊക്കേഷനിൽ ഇരുന്നിട്ടായാലും നന്നായിട്ട് എഴുതുമെന്ന് എനിക്കറിയാം. അപ്പോൾ ആ സമയത്ത് അങ്ങനെയായിരുന്നു. പിന്നെ സിനിമയുടെ ഒരു വേഗത അപ്പോൾ അങ്ങനെ. പിന്നെ കുറേ കാലം കഴിയുമ്പോഴേക്കും സിനിമയുടെ രീതികൾ മാറി തുടങ്ങി. പിന്നെ നമ്മൾ കുറേ കൂടി കോൺഷ്യസ് ആയി. പിന്നെ ഈ റൈറ്റേഴ്സ് ഇല്ലാതായി. അങ്ങനെ ഒരു വിഭാഗം കുറഞ്ഞു, ഇല്ലാതായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ പിന്നെ മറ്റൊന്നും കൂടി ഉണ്ടല്ലോ. ഈ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ 86 ശരിക്കും 5 പടം റിലീസ് ചെയ്ത് 2 അതിന് തൊട്ട് മുമ്പുള്ള കൊല്ലത്തെയായിരുന്നു. പപ്പം പ്രിയപ്പെട്ട പവനും അല്ലെങ്കിൽ ഗായത്രി ദേവിൻ്റെ അമ്മയും ആ കൊല്ലം കയറി വന്നതാണ്. പക്ഷേ എങ്കിൽ പോലും ടി.പി. ബാലഗോപാലൻ അമ്മ, സന്മനസ്സുള്ള സമാധാനം, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, ഈ 3 പിന്നീട് ഓർമ്മിക്കപ്പെടുന്ന സിനിമകൾ ആ കൊല്ലം തന്നെ എഴുതി എടുത്തതാണ്. അതൊക്കെ ഒരു അത്ഭുതമാണ്. എപ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ല. പിന്നെ അതേസമയം നാടോടിക്കാറ്റ് ഒരു കൊല്ലം ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഒരു കാലപരിധി നമുക്ക് വയ്ക്കാൻ പറ്റില്ല സിനിമയ്ക്ക്. അപ്പോൾ ഇപ്പം ഞാൻ ശരിക്കും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ സിനിമ എൻജോയ് ചെയ്യുന്നു. അതായത് സിനിമ, ഞാൻ നാട്ടിലാണ് താമസിക്കുന്നത്. അപ്പം ഒരു സിനിമ കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് എടുക്കുമ്പോൾ എനിക്ക് ആ സമയത്ത് കുറേയും കൂടി എനിക്ക് വായിക്കാൻ പറ്റും, കുറച്ചും കൂടി സൊസൈറ്റീനെ നിരീക്ഷിക്കാൻ പറ്റും. പിന്നെ പ്രത്യേകിച്ചും ശ്രീനിവാസനെ പോലുള്ള, ലോഹിദാസിനെ പോലുള്ള റൈറ്റേഴ്സ് കൂടി ഇല്ലാത്തതുകൊണ്ട് എൻ്റെ സിനിമയ്ക്ക് വേണ്ടി ഞാൻ തന്നെ അധ്വാനിക്കണം. അപ്പോൾ അതിനൊരു സാവകാശം എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് ചിലപ്പോൾ 1.5 കൊല്ലമായിന്ന് വരാം, ചിലപ്പോൾ 1 കൊല്ലത്തിനുള്ളിൽ കിട്ടിയെന്ന് വരാം. തൃപ്തികരമായിട്ട് സിനിമ തുടങ്ങുള്ളൂ. അതാണ് പ്രധാനമായിട്ടും. എനിക്ക് തന്നെ ഇത് സിനിമയാക്കണം എന്ന് തോന്നാവുന്ന ഒരു സമയത്ത്, അല്ലാതെ ഒരു ജോലിയായിട്ട് മാറിയിട്ട് ഇത്രാം തീയതിക്കുള്ളിൽ ഇത്രാം തീയതി വരെ ഒരു സിനിമ ചെയ്തിട്ട് അതിൻ്റെ പണം വാങ്ങിച്ചു വയ്ക്കുക എന്നുള്ള രീതി പണ്ടുമില്ല, ഇപ്പോഴുമില്ല. ഇപ്പം ശ്രീനി സത്യൻ കോംബോ എന്ന് പറയുന്നത് നമുക്ക് സത്യം പറഞ്ഞാൽ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോംബോ ആണ്. ഇനി ഒരുമിച്ച് ആ ഒരു പേര് ടൈറ്റിൽ കാർഡിൽ ഇല്ല എന്നുള്ളത് ഞങ്ങൾക്ക് മലയാളികൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സാർ ആ വിയോഗം എങ്ങനെയാന്ന് ഉൾക്കൊള്ളുന്നത്? വാക്കുകൾക്ക് അപ്പുറത്താണ്. ശ്രീനിവാസൻ എന്ന് പറയുന്നത്, ഞാൻ പറയും ശ്രീനിവാസൻ കൂടി ഉണ്ടാകുമ്പോഴാണ് ഞാൻ പൂർണ്ണനാകുന്നത് എന്ന് പറയും. ഞാൻ കംപ്ലീറ്റ് ആവുന്നത് ശ്രീനിവാസൻ കൂടി ഉണ്ടാകുമ്പോഴാണ്. അങ്ങനെയാണ് കുറേ വർഷങ്ങൾ, അതായത് എത്രയോ കൊല്ലങ്ങളായി. ടി.പി. ബാലഗോപാലൻ എം എ തൊട്ട് ഞാൻ പ്രകാശനാണ് പുള്ളിയുടെ ലാസ്റ്റ് സ്ക്രിപ്റ്റ്. അതുവരയ്ക്കും ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യും. ഈ വർക്ക് ചെയ്യാത്ത സമയത്തും ഒരു സൗഹൃദം എപ്പോഴും ഉണ്ടാകാറുണ്ടല്ലോ. അപ്പോൾ പുള്ളി അസുഖമായിട്ട് വന്നു കഴിഞ്ഞതിന് ശേഷവും ഞാൻ ഒരു 2 ആഴ്ച 3 ആഴ്ച കൂടുമ്പോൾ എന്നും പോയി കാണും. കാലത്തൊട്ട് വൈകുന്നേരം വരെ പുള്ളിയുടെ കൂടെ ഇരിക്കും. അതൊരു ധൈര്യമാണ്. കാരണം ശ്രീനിവാസൻ ഒരു റൈറ്റർ മാത്രമല്ല, എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുരുനാഥൻ കൂടിയാണ്, സുഹൃത്താണ്, ഗുരുനാഥനാണ്. കാരണം ശ്രീനിയുടെ കൂടെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ പഠിക്കുന്ന കുറേ പാഠങ്ങളുണ്ട്. അത് പഠിപ്പിക്കുന്നതല്ല, നമ്മൾ അറിയാതെ പഠിക്കുന്നത്. ഞാൻ വിനോദയാത്ര എഴുതുമ്പോഴും രസതന്ത്രം എഴുതുമ്പോഴൊക്കെ ആ പാഠങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ശ്രീനിവാസനിൽ നിന്ന് കിട്ടുന്ന പാഠങ്ങൾ. അപ്പോൾ അത്തരം ഒരാളുള്ളത് ഒരു വലിയ ധൈര്യമാണ്. അപ്പോൾ ഏത് സിനിമയും ശ്രീനിവാസൻ അഭിനയിക്കാത്തതും ശ്രീനിവാസൻ എഴുതാത്തതുമായിട്ടുള്ള കഥകൾ പോലും ശ്രീനിവാസനായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് മാത്രമാണ് ഞാൻ ഫിക്സ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഞാൻ പ്രകാശനിലെ പിന്നെ ശ്രീനി തന്നെ എഴുതിയിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ ഹൃദയപൂർവ്വം ആ ഒരു തീം മനസ്സിൽ തോന്നിയപ്പോൾ, അല്ലെങ്കിൽ ആ ഒരു അഖിലിൻ്റെയാണ് ആ കഥ. അപ്പോൾ ആ കഥ അഖിൽ പറഞ്ഞു, ഞാനും അഖിലും അനൂപും അവർ രണ്ടുപേരും ഡയറക്ടേഴ്സ് ആയതുകൊണ്ട് എനിക്കവിടെ ഡിസ്കസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഞങ്ങളതിന് ഫോം അയക്കിയതിന് ശേഷം ഞാൻ നേരെ ശ്രീനിവാസൻ്റെ അടുത്ത് ചെല്ലുകയും ശ്രീനിവാസൻ അത് അതിനെ ഫുൾ നരേറ്റ് ചെയ്ത് കൊടുത്തിട്ട്, അപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു ഇത് ഭയങ്കര രസമുള്ളതാണ്, ഫ്രഷാണ്, മോഹൻലാലിന് പറ്റുന്ന കഥയാണ് ഇപ്പോൾ ചെയ്തത്. അതൊരു ധൈര്യമാണ്. അപ്പോൾ ശ്രീനിവാസനായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ശ്രീനിവാസൻ ചെയ്യാത്ത സിനിമകൾ പോലും ഞാൻ ചെയ്യാറുള്ളത്. ഇനി അങ്ങനെ ഒരാളില്ല. ഇനി ഞാൻ തന്നെ തീരുമാനിക്കണം ഒരു സിനിമ പ്ലാൻ ചെയ്തത്. പക്ഷേ എനിക്കൊരു തോന്നലുണ്ട്, ഞാനിപ്പോൾ ഒറ്റയ്ക്ക് തിരക്കഥ എഴുതാനിരിക്കുമ്പോൾ ഞാൻ ആലോചിക്കാറുള്ളത് ശ്രീനിവാസൻ അപ്പുറത്ത് ഉണ്ടെന്നാണ്. ഇപ്പോൾ രസതന്ത്രം തൊട്ട് അല്ലെങ്കിൽ ഭാഗ്യദേവത ഇതൊക്കെ കഥ തുടരുന്നതൊക്കെ ഞാൻ തന്നെ എഴുതാറ്. ശ്രീനി ആ സമയത്ത് തിരക്കിലായിരുന്നു. അപ്പോൾ ഞാനത് എഴുതാനിരിക്കുമ്പോൾ വിചാരിക്കും എൻ്റെ കൂടെ ശ്രീനിവാസനുണ്ട്, അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചിരുന്നിട്ടാണ് എഴുതുന്നതെന്നുള്ള വിചാരിച്ചിട്ട് സങ്കല്പിച്ചിട്ടാണ് എഴുതാറുള്ളത്. ഇനിയും ആ സങ്കല്പം തന്നെ കണ്ടിന്യൂ ചെയ്യണം. ശ്രീനിവാസൻ പോവില്ല നമ്മുടെ ജീവിതത്തിൽ നിന്ന്
ശ്രീനിവാസൻ മായുല. ഇപ്പം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് മെന്റൽ ഹെൽത്തിനെ പറ്റിയിട്ട്. അപ്പം നമ്മളിപ്പോൾ സാറിൻ്റെ ഒരുപാട് സിനിമകൾ ഇപ്പം കഥ തുടരുന്നു ആയിക്കോട്ടെ, ഇപ്പോൾ വിനോദയാത്ര ആയിക്കോട്ടെ, ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്, ഒരു ആശ്വാസമുണ്ട്. ശരിക്കും സിനിമയ്ക്ക് ഒരു ഹീലിംഗ് പവർ ഉണ്ടെന്ന് സാറ് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. സിനിമയ്ക്ക് മാത്രമല്ല എല്ലാ കലകൾക്കും ഉണ്ട്. സംഗീതത്തിനുണ്ട്, സാഹിത്യത്തിനുണ്ട്. ഇപ്പോൾ നമുക്കൊരു നല്ല പാട്ട് കേട്ടാൽ പോലും നമ്മുടെ മനസ്സിലെ സങ്കടങ്ങളൊക്കെ അലിഞ്ഞു പോകും. ഒരു നല്ല സിനിമ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മെൻ്റൽ ഹെൽത്ത് കിട്ടും നല്ല രീതിയിൽ ചെയ്യണം. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ പലപ്പോഴും സിനിമകൾ കാണുമ്പോൾ നമ്മൾ ഇൻസ്പയർഡ് ആവും. ഇപ്പോൾ മൗനരാഗം എന്നുള്ള മണിരത്നത്തിൻ്റെ സിനിമ തിയേറ്ററിൽ കണ്ട ദിവസം ഞാനും ശ്രീനിവാസനും ഒരു സെക്കൻഡ് ഷോ കണ്ടിട്ട് വരുമ്പോൾ മനസ്സങ്ങോട്ട് ഉണർന്നു. മൗനരാഗം നല്ല സിനിമ. അന്നാണ് സന്മനസ്സുള്ള സമാധാനത്തിൻ്റെ ആശയം മനസ്സിൽ വരുന്നത്. അപ്പോൾ മനസ്സ് ഡള്ളായി കഴിഞ്ഞാൽ ഒന്നും വരില്ല. മനസ്സ് ഫ്രഷ് ആവണമെങ്കിൽ നല്ല സിനിമകൾ കാണണം, നല്ല കഥകൾ വായിക്കണം, നല്ല പാട്ട് കേൾക്കണം. അപ്പോൾ മെൻ്റൽ ഹെൽത്തിനെ ഹെൽപ്പ് ചെയ്യുന്നത് സിനിമ മാത്രമല്ല എല്ലാ കലകളുമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിലുള്ള ഈ കാലുഷ്യങ്ങളുണ്ടല്ലോ, ഒരുപാട് മാലിന്യങ്ങളുണ്ടല്ലോ, അതിൽ നിന്ന് ആൾക്കാർ മുക്തമാവണമെങ്കിൽ അവർക്കൊരു കലാപരമായ എന്തെങ്കിലും കിട്ടിയാൽ അത് വലിയ ഭാഗ്യമാണ്. സാറിൻ്റെ സിനിമകളിൽ ഇത്തരത്തിലുള്ളൊരു ഹീലിംഗ് പവർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാർ എന്താ മെയിനായിട്ട് ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ? അല്ല, ഞാനങ്ങനെ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. നമുക്ക് അങ്ങനെ പറ്റുള്ളൂ. എനിക്ക് അറിയാവുന്ന രീതിയിൽ സിനിമ എടുത്ത് പോകുന്നതല്ലാതെ അത് മറ്റുള്ളവരാണ് അതിൻ്റെ നേട്ടങ്ങൾ തിരിച്ചറിയുന്നത്. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമയാക്കാൻ തോന്നുന്ന ഒരാശയം അതെൻ്റെ ബുദ്ധിയിൽ ചിന്തിക്കാവുന്ന, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരും കൂടി കൂട്ടിയിട്ട് ചിന്തിച്ച് ഡിസ്കസ് ചെയ്തിട്ട് രൂപപ്പെടുത്താവുന്ന ഒരു തിരക്കഥ, അങ്ങനെ ഞാൻ എൻജോയ് ചെയ്ത് നടത്തുന്ന ഒരു ഷൂട്ടിംഗ് പ്രോസസ്സ്. അപ്പോൾ അതിനെ അഭിനയിക്കുന്ന ആൾക്കാരായാലും അതിൽ കൂടെ വർക്ക് ചെയ്ത ടെക്നീഷ്യൻസ് ആയാലും അവർക്കൊക്കെ ഇഷ്ടം തോന്നുന്ന എല്ലാവരോടും ഞാൻ ഡിസ്കസ് ചെയ്യും, സംസാരിക്കും. എൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനും എൻ്റെ സൗണ്ട് ഡിസൈനർക്കും ഒക്കെ അറിയാം കഥയുടെ ഓരോ മുക്കും മൂലയും. അപ്പോൾ ഞാൻ എൻജോയ് ചെയ്തൊരു സിനിമ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് നന്നായിട്ട് ഫീൽ ചെയ്താൽ അത് അവർക്ക് ശരിക്കും കാണാൻ പറ്റുന്നു. അതല്ലാതെ അവരെ ചിരിപ്പിക്കണം, അല്ലെങ്കിൽ അവരെ ആസ്വദിപ്പിക്കണം, അല്ലെങ്കിൽ അവരുടെ മെൻ്റൽ ഹെൽത്തിന് ഗുണം ചെയ്യണം, അവർക്കൊരു സന്ദേശം കൊടുക്കണം, അവരെ സാമൂഹ്യപരമായിട്ട് നല്ല പൗരമായി വളർത്തിയെടുക്കണം, അങ്ങനെ ഒരു ചിന്തയില്ല. എൻ്റെ സിനിമ നന്നായിരിക്കണമെന്നും അത് മുടക്കുമുതലും അതിൻ്റെ ലാഭം തിരിച്ചു കിട്ടണമെന്നും മാത്രമാണ് ചിന്തയുള്ളൂ. അതുകൊണ്ട് ഒരാൾക്കും ദോഷം ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കാറുണ്ട്. ഇപ്പം അഖിലേട്ടനാണെങ്കിലും അനൂപേട്ടനാണെങ്കിലും രണ്ടാളും സിനിമയിലുള്ള, അപ്പോൾ ഇവരിപ്പം കൂടുതൽ മോഡേൺ സിനിമകളാണ് എടുക്കുന്നത്. അപ്പോൾ ഇവരിൽ നിന്ന് സാറിന് കിട്ടുന്ന മോഡേൺ ഇൻപുട്ടുകൾ എന്തൊക്കെയാണ്? അത് വളരെ കൂടുതലുണ്ട്. അതായത് ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന, അല്ലെങ്കിൽ പിന്നെ എനിക്ക് കിട്ടുന്നൊരു കംഫർട്ട് മറ്റ് സംവിധായകർക്ക് അധികം പേർക്ക് കിട്ടാത്തൊരു ഭാഗ്യമാണ് ഇവരോട് ഞാനത് ഡിസ്കസ് ചെയ്യുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് എൻ്റെ അടുത്തൊരു മുഖം മൂടിയുടെ ആവശ്യമില്ല. ഇവർ എന്നോട് എന്ത് പറയാൻ അവർക്ക് മടിയില്ല. അപ്പോൾ അത് കാരണം തന്നെ ഞാൻ ഏത് കഥയായി, ഇപ്പോൾ ഹൃദയപൂർവ്വമായാലും അതിന് മുമ്പുള്ള മകൾ എന്നുള്ള സിനിമയായാലും ഞാൻ പ്രകാശനായാലും ഞാൻ ഇവരുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ അവരുടെ നല്ല കോൺട്രിബ്യൂഷൻസ് ഞാൻ സ്വീകരിക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ സിനിമ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഫൈനൽ എഡിറ്റിങ്ങിന് എഡിറ്റർ വേറെ ആളാണ്, പക്ഷെ ഫൈനൽ എഡിറ്റിങ്ങിന് എൻ്റെ കൂടെ ഇരുന്നിട്ട് വർക്ക് ചെയ്തത് അനൂപാണ്. അനൂപ് NID പഠിച്ച ആളാണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിങ്ങിൽ സിനിമ പഠിച്ചാണ്. അപ്പോൾ അവർക്ക് അവിടെ എഡിറ്റിങ്ങും കൂടി പഠിക്കാനുണ്ട്. അപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഒരു സിനിമ എങ്ങനെ ഷാർപ്പാവുന്നു, എത്ര ഹൃദ്യമാവുന്നു എന്ന് ഞാൻ ഇവനിൽ നിന്ന് പഠിക്കുന്നുണ്ട്. അതെ, അപ്പോൾ ഞാൻ മക്കളിൽ നിന്ന് പഠിക്കുന്നുണ്ട്. അല്ലാതെ ചില ആൾക്കാരെൻ്റെ അടുത്ത് പറയുന്നുണ്ട് മക്കൾക്ക് സത്യേട്ടൻ്റെ ഒരു സപ്പോർട്ട് കൂടി ഉണ്ടല്ലേ, അവർക്ക് എൻ്റെ സപ്പോർട്ട് ആവശ്യമില്ല. കഥ ഡിസ്കസ് ചെയ്യും, ഞാൻ എനിക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ പറയും. അതാണ് അപ്പുറത്ത് എൻ്റെ സിനിമയ്ക്ക് ഞാൻ പല സാധ്യതകളും ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ചിട്ടുള്ള ഒരു പടം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും? അതറിഞ്ഞോടാ, 3 പേര് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ പടത്തിൽ 3 പേര് ഒരുമിച്ചുണ്ട്. അത് പേരായിട്ടില്ല എന്ന് പറഞ്ഞു. അഖിലിൻ്റെ കഥയാണ്, എൻ്റെ ഡയറക്ഷനാണ്, അസോസിയേറ്റ് ഡയറക്ടർ അനൂപാണ്. അവനാണ് അതിലെ ചില സീൻസ് എഴുതിയത്, ഫൈനൽ കട്ട് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ അടുത്ത സിനിമ ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് അനൂപ് വേറെ പടത്തിൽ ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അഖിലിനോട് ആ സിനിമ ഷൂട്ടിംഗ് അറ്റൻഡ് ചെയ്യാൻ പറയും. അഖിൽ വേറെ പടത്തിൻ്റെ വർക്കിലാണെങ്കിൽ അനൂപിനോട് അസിസ്റ്റ് ചെയ്യാൻ പറയും. ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ മുന്നോട്ട് നീങ്ങുന്നത്. പിന്നെ സാറ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, സാറിൻ്റെ സന്മനസ്സുള്ളവർക്ക് സമാധാനം ആണെങ്കിലും ഇപ്പോൾ വരവേൽപ്പൊക്കെ ആണെങ്കിലും 19-21 ദിവസത്തിനുള്ളിലാണ് ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളതെന്ന്. അത് കേൾക്കുമ്പോൾ നമുക്ക് അത്രയും അത്ഭുതമാണ്. കാരണം അതിനകത്ത് ഒരുപാട് പാട്ടുകളുണ്ട്, സീനുണ്ട്, ഫൈറ്റ് ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് 21 ദിവസം എന്നൊക്കെ പറയുമ്പോൾ ഒരു മാസം പോലും ഇല്ല. 21 ദിവസം, 19 ദിവസമാണ് സന്മനസ്സുള്ള സമയം, 21 ദിവസമാണ് വരവേൽപ്പ്. അത് അത്ഭുതമാണ്. ഇപ്പൊ അങ്ങനെ നടക്കില്ല. അത് അന്ന്
ഒന്ന് ടെക്നോളജി ഇത്രയും വലുതായിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇത്രയും കൂടുതൽ എക്യുപ്മെൻറ്റ്സ് ഇല്ല, വളരെ മിനിമം എക്യുപ്മെൻറ്റ്സ് ആണ്. പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ എത്ര ക്യാമറ യൂസ് ചെയ്യുന്നു അതൊക്കെ ചെറുതാണ്. പിന്നെ രാവിലെ നേരത്തെ വർക്ക് തുടങ്ങും. ഒരു 6 മണിക്ക് നമ്മളെല്ലാം ലൊക്കേഷനിലെത്തും. പിന്നെ കാരവൻ സംസ്കാരമില്ല, എല്ലാവരും ഒന്നിച്ചാണ്. അപ്പം വരവേൽപ്പൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഞങ്ങളൊരു ബസ് വാങ്ങി, ആ ബസ് സ്വന്തമായിട്ട് വാങ്ങി പ്രൊഡക്ഷൻ. കാലത്ത് എല്ലാവരും കൂടി ഒരു മോഹൻലാൽ അടക്കം ആ വണ്ടിയിൽ കയറുകയാണ്, മനസ്സിലായില്ല. അപ്പം എന്നിട്ട് ഒരു സ്ഥലത്തെത്തുമ്പോൾ ഇവിടെ നമുക്ക് മറ്റേ സീൻ ഇവിടെ എടുക്കാം, RTO അയാൾ കൈ കാണിക്കുന്ന സീൻ ഇവിടെ എടുത്തേക്കാം. അപ്പോൾ അവിടെ ക്യാമറ വെച്ച് എടുത്തു. അടുത്ത സീനിന് ഒരു അമ്പലത്തിൻ്റെ അവിടെയാണെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് ആ സീൻ എടുത്തു. ഇങ്ങനെ പടപടം പറഞ്ഞാൽ സീൻസ് ഇങ്ങനെ തീർന്നുകൊണ്ടേയിരിക്കും. പിന്നെ ഇതിലൊരു എൻജോയ്മെൻ്റ് ഉണ്ടല്ലോ, എല്ലാവരും കൂട്ടായിട്ടുള്ള ചേർന്നിട്ട് ഒരു പരിശ്രമമാണ്. അപ്പോൾ 21 ദിവസം കൂടുതലാണ് ഇത് അന്നത്തെ സംബന്ധിച്ചിടത്തോളം. ഇനി അങ്ങനെ പറ്റില്ല. ഒന്ന് വെച്ചാൽ കുറച്ചും കൂടി ഞാനടക്കം കുറച്ചുകൂടി സ്ലോ ആയി അതിൻ്റെ കാലത്ത് എണീറ്റ് വന്ന് ലൊക്കേഷൻ നോക്കി. പിന്നെ കുറേ കൂടി കോമ്പറ്റീഷനാണ് ഇപ്പോൾ സിനിമയുടെ ക്വാളിറ്റി വൈസ്. അങ്ങനെ പെട്ടെന്ന് മറ്റാണെങ്കിൽ ലൈറ്റ് പോകാൻ തുടങ്ങുന്നു, സാറിൽ നമുക്ക് ഇപ്പോൾ എടുത്തേക്കാം എന്നെ എടുക്കും. ഇന്ന് ലൈറ്റ് പോവുകയാണെങ്കിൽ നാളെ എടുക്കുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് കോംപ്രമൈസും ഉണ്ടാവും, എന്നാലും നല്ല സിനിമകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ സാറിന്റെ സിനിമകളിൽ കണ്ടുവരുന്നതാണ് ഈ ഗസ്റ്റ് റോൾ. ഇപ്പം ഹൃദയപൂർവ്വത്തിലാണെങ്കിൽ നമ്മൾ ബേസിൽ ജോസഫിനെ കണ്ടു. ഈ ഒരു സെയിം ട്രെൻഡ് തന്നെ നമ്മൾ അഖിൽ സത്യൻ സിനിമകളിലും കാണുന്നുണ്ട്. അത് സാറിന്റെ ഒരു ഇതാണോ? അല്ല, അത് സൗഹൃദത്തിന്റെ പുറത്താണ്. ഇവർക്കൊന്നും ഇപ്പോൾ ബേസിലൊന്നും പടത്തിൽ അഭിനയിക്കേണ്ട കാര്യമില്ല. പക്ഷെ ബേസിലിന്റെ അടുത്ത് ഒരു സീൻ ചെയ്യാൻ പോകുമ്പോൾ ബേസിൽ വന്ന് ചെയ്യാറ്. ഇപ്പൊ മീര ജാസ്മിൻ ഹൃദയപൂർവ്വത്തിന്റെ പേര് എൻ്റെ വരുന്നുണ്ട്. മീര ജാസ്മിൻ ശരിക്കും ആ സമയത്ത് ഗൾഫിലായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടർ വന്നാൽ ഇവന്റെ ജീവിതത്തിന്റെ ഒരു തുടർച്ച ഉണ്ടാകുമെന്ന് നമുക്ക് തോന്നുമ്പോൾ അത് മീര ജാസ്മിനെ പോലെ ഒരാളെ കിട്ടിയാൽ നല്ലതായിരിക്കും. വെറുതെ ഞാൻ വിളിക്കുകയാണ്, മീര ഇങ്ങനെ ഒരു ക്യാമിയോ റോൾ ഒന്നും ചെയ്യാൻ പറ്റുമോ, കുറച്ച് ഷോർട്സേ ഉള്ളൂ, ഞാൻ പറയാമെങ്കിൽ നേരെ ഓടി വരാണ്. അത് നമ്മളായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ പുറത്താണ്. അപ്പോൾ ഇവനായാലും അങ്ങനെയാണ്. ബേസിലിൻ്റെ അടുത്ത് അനൂപാണ് ബേസിലോട് ചോദിച്ചത്, ഒരു ചെറിയ വേഷമുണ്ട്, അത് അനൂപ് ഞാൻ റെഡിയെന്ന് പറഞ്ഞു അനൂപിൻ്റെ അടുത്ത്. അപ്പം ഒരു നയ പൈസ വേണ്ടെന്ന് പറഞ്ഞു. പൈസയും മേടിച്ചില്ല, ഒന്നുമില്ല, അഭിനയിച്ച് പോയത്. അത് എന്താണ് നമ്മുടെ ഒരു വലിയ സന്തോഷമാണ്. അവർ നമ്മളങ്ങനെ സ്നേഹിക്കുന്നു. നമ്മളെടുത്തിരുന്ന സിനിമകൾ, നമ്മളെടുക്കുന്ന സിനിമകൾ അവരെയും കൂടി എൻജോയ് ചെയ്യിപ്പിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ ബേസിലിൻ്റെ അടുത്തേക്ക് ഒരു ഇൻ്റർവ്യൂവിന് ഞാനും ബേസിലും കൂടി ഇരുന്നിട്ടുള്ള ഒരു സംസാരത്തിൽ പെണ്ണ പറയുന്നത്, ബേസിൽ പറഞ്ഞത്, കളിക്കളം എന്നുള്ള സിനിമ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വയനാട്ടിൽ ബേസിൽ ജോസഫ് എന്ന ആൾ ജനിച്ചത്. ബേസിൽ ജനിക്കുമ്പോൾ ഞാൻ ഇവിടെ കളിക്കളം ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ അത്രയും ചെറുപ്പം ആൾക്കാരാണ്. അപ്പൊ അവരാ ഇത് നമ്മുടെ കൂടെ വരുന്നു എന്നുള്ള വലിയ സന്തോഷമാണ്. സാറിന്റെ ഏതെങ്കിലും, ഇപ്പൊ എനിക്ക് തോന്നുന്നു 58ഓളം സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ടോ അല്ലെങ്കിൽ റീ റിലീസ് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ സെക്കൻഡ് പാർട്ട് ചെയ്യണത്, ആകെ കൂടി സെക്കൻഡ് പാർട്ട് ചെയ്തത് നാടോടിക്കാറ്റ് മാത്രമാണ്. അപ്പോൾ നാടോടിക്കാറ്റ് ചെയ്യുമ്പോഴും അതിന് സെക്കൻഡ് പാർട്ട് വേണമെന്ന് വിചാരിച്ചിട്ടില്ല. നാടോടിക്കാറ്റിൽ ആ കഥ കംപ്ലീറ്റ് ആയി. പക്ഷെ വരവേൽപ്പിന് എല്ലാവരും ഒരു സെക്കൻഡ് പാർട്ട് അത് അതിന്റെ അവസാനത്തെ വേടിലാണ്. അതായത് വീണ്ടും ഒരു വരവേൽപ്പിനായി എന്നാണ് ആ പടം എന്റെയും എഴുതി കാണിക്കുന്നത്. അപ്പൊ ആ കഥ ശരിക്കും ഞാൻ തീർന്നു. അപ്പൊ വരവേൽപ്പിന് അയാൾ തിരിച്ചിനി വന്നാൽ എന്നുള്ളതാണ്. തിരിച്ചു വന്നിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. പക്ഷെ ആ സിനിമയുടെ എൻഡിന് വേണ്ടിയിട്ട് നമ്മളൊരു പോയിറ്റിക് എൻഡ് എഴുതി കൊടുത്താൽ ദി എൻഡ് എന്ന് എഴുതുന്ന പരം വീണ്ടും ഒരു വരവേൽപ്പിനായി നമ്മൾ കാത്തിരിക്കുന്നു. അപ്പൊ ആൾക്കാർ അതിനു വേണ്ടി ഇപ്പൊ പിൻഗാമി അതൊക്കെ ആൾക്കാർ അങ്ങനെ വിചാരിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു തുടർച്ച. അപ്പം തുടർച്ച എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ടത്. അപ്പൊ ശരിക്കും നാടോടിക്കാറ്റ് കഴിഞ്ഞിട്ട് പട്ടണപ്രവേശനത്തിന് വേണ്ടി ഇരിക്കുന്ന സമയത്ത് വേറെ കഥ കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഈ 2 ക്യാരക്ടേഴ്സിനെ ഒന്ന് എടുത്തൊന്ന് പ്രയോഗിച്ച് നോക്കിയാലോ എന്ന് പോയതാണ്. അപ്പോൾ ആ സിനിമ ഭയങ്കര ഹിറ്റായി. പിന്നെ മാത്രമല്ല അത് ആ തോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ സിനിമ നന്നാക്കാൻ ശ്രമിക്കാം. അപ്പൊ നമ്മളതിൽ ചിന്തിച്ച് ഞാനും ശ്രീനിവാസനും കൂടി ഡിസ്കസ് ചെയ്യുമ്പോൾ ആലോചിക്കും, വലിയ വില്ലന്മാരായ പണക്കാര് അവരെന്താണ് ഉണ്ടാക്കുന്നത്, ഒരു മനസ്സമാധാനമായിട്ട് ജീവിക്കുന്നില്ല. ഇപ്പോഴും നമ്മൾ നോക്കിയാൽ മതി, നമ്മുടെ ചുറ്റുമുള്ള ഏറ്റവും വലിയ പണക്കാര്, ഭയങ്കരമായ ബുദ്ധിശാലികളായിട്ടുള്ള വലിയ കോടീശ്വരന്മാര് മനസ്സമാധാനമായിട്ട് ജീവിക്കുന്നവർ കുറവാണ്. അപ്പോൾ അത്തരം 2 പണക്കാരെ വെച്ചിട്ട് സിനിമ ചെയ്യാം, അതിന് ഈ 2 ക്യാരക്ടേഴ്സിനെ CIDമാരെ കയറ്റാമെന്ന് വിചാരിച്ചിട്ടാണ് അത് അതിനോടുകൂടി തീർന്നു. 3-ാം ഭാഗം അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിരുന്നില്ല. പക്ഷെ പ്രിയദർശനെ ആ കഥ ആ ക്യാരക്ടേഴ്സിനെ കിട്ടിയാൽ ഒരു 3-ാം ഭാഗം എടുക്കാന്ന് പറഞ്ഞാണ് പ്രിയൻ അക്കരെ പ്രിയൻ അക്കരെ എടുക്കാൻ പോകുന്ന സമയത്ത് എനിക്ക് ഒരു 3rd പാർട്ട് തോന്നി, അല്ല 4th പാർട്ട് തോന്നിയിരുന്നു. ഇനി അത് നടക്കില്ല. അതന്ന് ഈ സത്യമംഗലം കാടുകളിൽ മറ്റേ വീരപ്പൻ്റെ വിളയാട്ടുള്ള സമയത്ത് ഈ ദാസനും വിജയനും വീരപ്പനെ പിടിക്കാനൊന്ന് കാട്ടിലേക്ക് വിട്ടാലോ എന്ന് ഞാൻ ആലോചിച്ചിരുന്നു.
അത് പിന്നെ നടന്നില്ല. പിന്നെ അപ്പോഴേക്കും പിന്നെ വീരപ്പനെ പിടിച്ചു കഴിഞ്ഞു. പിടിച്ചു കഴിഞ്ഞു. അതെ, അതുകൊണ്ട് ഒരു സീക്വൽ വേറെ സിനിമയ്ക്ക് ഉണ്ടാവണമെന്ന് ഞാൻ അയച്ചിട്ടു. ഒരു കഥ ആലോചിച്ചു തുടങ്ങിയാൽ അത് പൂർണ്ണമാകുന്നു, അതിൽ തീർന്നു. ഇപ്പം സാറിന്റെ സിനിമകളെ പറ്റി പറയുമ്പോൾ ഇപ്പം നമുക്ക് എല്ലാവർക്കും ലൈക്ക് ഒരുപാട് ആൾക്കാർക്ക് ഒരു ബ്ലൈൻഡ് ജഡ്ജിങ് ഉണ്ട്. കൂടുതൽ ഫീൽ ഗുഡ് മൂവീസ് ആണ്. പക്ഷെ സാറിന്റെ കരിയർ നോക്കുവാണെങ്കിൽ നമുക്ക് പിൻഗാമി പോലത്തെ ഒരു മൂവി കാണാം. അപ്പൊ അതാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇൻവെസ്റ്റിഗേറ്റീവ് മൂവീസിൽ ഏറ്റവും ടോപ്പിൽ ഇപ്പോഴും നിൽക്കുന്ന ഒരു മൂവിയാണ് പിൻഗാമി. അപ്പൊ ആ ഒരു ജോണറിൽ ഇനി ഒരു മൂവി ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടോ? ഇല്ല, പിൻഗാമിയും അർത്ഥമുഖ അർത്ഥം, അതെ, അർത്ഥം കളികളൊക്കെ വേറൊരു രീതിയിലാണ്. അർത്ഥം പിൻഗാമിയെ പറ്റിയാണ് കൂടുതൽ ആൾക്കാർ പറയാം. അർത്ഥം അതുപോലെ തന്നെ പറയപ്പെടേണ്ട സിനിമയാണ്. അത് പക്ഷെ എന്താ അറിയോ, അതിലൊക്കെയും ഞാൻ അത് ആക്ഷൻ ഓറിയന്റഡ് ഒക്കെ ആണെങ്കിൽ തന്നെയും അതിലും ഫാമിലി മൂല്യങ്ങൾക്കാണ് ഞാൻ പ്രാധാന്യം കൊടുത്തത്. തീർച്ചയായും. അപ്പോൾ അതെൻ്റെ ഒരു ജോണറിലുള്ള രീതിയിലുള്ള സിനിമ തന്നെയാണ് ഒരു നിലയിൽ കാണുന്നത്. പക്ഷേ പിൻഗാമിയുടെ ട്രീറ്റ്മെൻ്റ് ഒക്കെ വ്യത്യസ്തമായിരുന്നു. അന്ന് ബോധപൂർവം തന്നെയാണ് അങ്ങനെ ഒരു മാറ്റം നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പം അതുപോലൊരു സിനിമ അല്ലെങ്കിൽ അതുപോലെ ഇതിൻ്റെ രീതി മാറിക്കൊണ്ടൊരു സിനിമ ചെയ്യാമെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനെപ്പോഴും നമുക്കിനി ഇങ്ങനെ ഒരു സിനിമ ചെയ്ത് കളയാം എന്ന് വെച്ചിട്ടല്ല സിനിമ ചെയ്യുന്നത്. ഇപ്പോൾ ഹൃദയപൂർവ്വം കഴിഞ്ഞിട്ടുള്ള ഗ്യാപ്പിലിരിക്കുന്നു, അടുത്ത് എന്ത് ചെയ്യാം എന്ന് ആലോചിക്കാം, നമ്മളെ രസിപ്പിക്കുന്ന ഒരു സിനിമ ചെയ്യാം എന്ന് ചിന്തിക്കുന്നു. അതുപോലെ ഇരുന്ന സമയത്ത് രഘുനാഥ് ബലേരി എൻ്റെ അടുത്ത് വന്ന് ഒരു കഥ പറയാണ്, അപ്പോൾ അത് എടുക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ അത് വ്യത്യസ്തമായ സിനിമയായിട്ട് മാറി. അർത്ഥമെടുക്കുന്ന സമയത്തും ഒരു ചേഞ്ചുള്ള സിനിമ, അല്ലാതെ നാളെ അങ്ങനെ ഒന്ന് മാറ്റിക്കളയാമെന്ന് വിചാരിച്ചിട്ടല്ല. അപ്പോൾ അത്തരം സിനിമ ഇനി ഉണ്ടാവാം. ഇതുപോലെ തന്നെ ആകർഷിക്കുന്ന വിധത്തിൽ ഒരു ക്യാരക്ടേഴ്സ് വന്ന് ചേരുകയാണെങ്കിൽ അത്തരം സിനിമ ഉണ്ടാവും. സാർ ഇപ്പോൾ ഒരു തിരക്കഥ എഴുതുന്ന സമയത്ത് ഇപ്പം ഒരു ക്യാരക്ടറിനെ ഒരു ആക്ടറിനെ മനസ്സിൽ വിചാരിച്ചിട്ടായിരിക്കും ഒരു ക്യാരക്ടർ എഴുതുന്നത്. പക്ഷെ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് അത് വേറെ ആളെ വെച്ചിട്ട് ചെയ്യേണ്ട വന്നിട്ട് അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? അത് ചിലപ്പോൾ ചെയ്യേണ്ടി വരാറുണ്ട്. അത് പൊന്മുട്ടാണ് താറാവ് എന്നുള്ള സിനിമയിൽ ആ ഇൻസ്പെക്ടർ മാള ചെയ്ത റോൾ ആദ്യം ജഗദീഷുമാനാണ് വെച്ചിരുന്നത്. അപ്പം പക്ഷെ ജഗതി ഭയങ്കര തിരക്കായിരുന്നു. അന്ന് വിചാരിക്കുന്ന ദിവസമൊന്നും ജഗതി കിട്ടില്ല. അപ്പോൾ ഞാൻ ആ ക്യാരക്ടറിനെ ഒന്ന് മോഡിഫൈ ചെയ്തു, അത് മാളരവീന്ദ്രനാക്കി. ഇപ്പോൾ നോക്കുമ്പോൾ മാളരവീന്ദ്രനാണ് ഇതിന് ഏറ്റവും ആപ്റ്റ് നമുക്ക് തോന്നും. ചില ക്യാരക്ടേഴ്സ് ആ സമയത്ത് കിട്ടിയില്ലെങ്കിൽ നമുക്കങ്ങനെ തന്നെ ചെയ്യും. അതല്ലാതെ വല്ലാതെ ചേഞ്ച് ചെയ്യുന്ന സംഗതികളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഒന്ന് ഇവരൊക്കെ ഇപ്പോൾ മമ്മൂട്ടി, മോഹൻലാൽ അടക്കമുള്ള ആളുകൾ എൻ്റെ വളർച്ചയുടെ കാലഘട്ടത്തിൽ ഒന്നിച്ച് വളർന്ന ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് ഇവരുടെ അടുത്തൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. അത് ഹീറോസ് ആയാലും ഹീറോയിൻസ് ആയാലും ക്യാരക്ടർ റോൾസ് ചെയ്യുന്ന ആൾക്കാരായാലും. അപ്പോൾ അവരാരെ വിളിച്ചാലും നമുക്ക് ആഗ്രഹിക്കുന്ന ആൾക്കാരെ കിട്ടും. കിട്ടിയില്ലെങ്കിലല്ലേ അവർക്ക് പകരം നമുക്ക് വേറെ ആളെങ്കിലും ചെയ്യേണ്ടത്. അങ്ങനെ വേണ്ടി വന്നിട്ടില്ല. ഇപ്പം സാറിൻ്റെ മൂവീസൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പം നമുക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത് സാർ ലാലേട്ടനായിട്ടുള്ളൊരു കോംബോ ആണ് നമ്മൾ കൂടുതൽ കണ്ടുവരുന്നത്. അപ്പം ഇപ്പം ഹൃദയപൂർവ്വം ചെയ്തു, ഇനി ഒരു ലാലേട്ടൻ സത്യൻ കോംബോ നമുക്ക് ഉണ്ടാവാം. ഞാൻ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആവുന്നത് മോഹൻലാലിനെ പോലൊരു ആർട്ടിസ്റ്റ് വരുന്നത്. സാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ലാലേട്ടൻ ജനിച്ചത് തന്നെ ആക്ടർ ആവാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. അപ്പോൾ ഒരു ആക്ടർ സംവിധായകൻ എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഞങ്ങളാണ് നല്ല സുഹൃത്തുക്കളാണ്, പരസ്പരം മനസ്സിലാവുന്ന ആൾക്കാരാണ്. അപ്പോൾ ലാലിനെ വെച്ചിട്ട് ഇനിയും സിനിമ ചെയ്യാൻ സാധ്യതയുണ്ട്. കാര്യം ഈ കഴിഞ്ഞ സിനിമ കഴിഞ്ഞപ്പോൾ തന്നെ ലാല് പറഞ്ഞു നമുക്ക് രസകരമായ കൊച്ചു സബ്ജക്റ്റുകൾ സിനിമയാക്കണം. അതായത് ഒരു നടന് ഇത്രയും കൂടുതൽ കാലം 47 കൊല്ലം ക്യാമറയുടെ മുന്നിൽ നിന്നിട്ടും അഭിനയത്തിനോടുള്ള ഒരു കൊതി തീർന്നിട്ടില്ല എന്നുള്ള എൻ്റെ സൂചനയാണ്. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞാൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ സബ്ജക്ട്സ് നമുക്ക് നല്ല സമയം ഞാൻ പറഞ്ഞു നമുക്ക് ചെയ്യാം, എനിക്കും ഇഷ്ടം അതാണ്. അപ്പോൾ മോഹൻലാലിനെ വെച്ച സിനിമ ഇനിയും ഉണ്ടാവും. നമ്മളത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സാർ ഇപ്പം ഹാൻഡ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം നമ്മളിങ്ങനെ കേൾക്കാറുണ്ട്. അപ്പോൾ സാറിൻ്റെ ഈ ഒരു കരിയറിൽ എപ്പോഴെങ്കിലും അത്തരത്തിലുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഹാൻഡ് ഓഫ് ഗോഡ് ഞാൻ സിനിമയിൽ വന്നത് തന്നെ അങ്ങനെയാണ്. ദൈവത്തിൻ്റെ കൈകളിലൂടെയാണ് നമ്മൾ പലപ്പോഴും വരുന്നത്. പിന്നെ ചില സമയത്ത് ചില സിനിമ നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ അത് ഞാൻ വിശ്വസിക്കുന്ന വിധിയാണ് അല്ലെങ്കിൽ ദൈവമാണ്. അതിന് വേണ്ടതെല്ലാം ആ സമയത്ത് വന്ന് ചേരും എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഇതിലൊക്കെ ഇപ്പോൾ കാസ്റ്റിങ്ങിൽ ഇപ്പോൾ ഹൃദയപൂർവ്വത്തിലൊക്കെ മാളവിക വന്നതൊക്കെ ഞാൻ മനഃപൂർവ്വം ചെയ്ത് ചേർത്തല്ല. ശരിക്കും പറഞ്ഞാൽ മാളവിക വന്നപ്പോൾ ആ ക്യാരക്ടർ കുറച്ചുകൂടി ജെനുവിൻ ഇതായി മാറി. ഒരു അറിയപ്പെടുന്ന മറ്റ് ആക്ട്രസ് ചെയ്യുന്നതിനേക്കാളും പൂനെ ജനിച്ചു വളർന്നൊരു കുട്ടി ഹിന്ദിയും മറാഠിയും ഇംഗ്ലീഷും ഒക്കെ അനായാസം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാൾ. അപ്പോൾ ഒരു ഡിഫറെന്റ് ലുക്കുകൾ അതൊക്കെ അറിയാതെ വന്ന് ചേരുന്നതാണ്. മാളവികയായിരുന്നോ ആ ഒരു ക്യാരക്ടറിനെ? അല്ലല്ല, ആദ്യം ഞാൻ വേറെ 1-2 ആർട്ടിസ്റ്റുകളെ കോൺടാക്ട് ചെയ്തിരുന്നു. അവരുടെ അവൈലബിലിറ്റി
കുറവുണ്ടായിരുന്നു. പിന്നെയാണ് ഒരു പുതിയ ആൾ ചെയ്താൽ കൊള്ളാം, അല്ലെങ്കിൽ മാളവികനെ നമ്മൾ വേറെ കുറേ ഇത് കണ്ടപ്പോൾ മാളവിക ചെയ്താലും നന്നായിരിക്കും എന്ന് തോന്നി. വേറെ 1-2 ആളുകളെ ട്രൈ ചെയ്തിരുന്നു, അവരെ കിട്ടിയില്ല, അവർ ആ സമയത്ത് അവൈലബിൾ അല്ല. പക്ഷെ ആ സമയത്ത് കൃത്യമായിട്ട് മാളവികയുടെ മുഖം മനസ്സിൽ തെളിയാണ്. അത് ഞാൻ പലപ്പോഴും പറയും, ഈ അനൂപും അഖിലും ഇവർ ട്വിൻസ് ആയതുകൊണ്ട് ഞാൻ ആരെ കാസ്റ്റ് ചെയ്യാം, നായികയായിട്ട് ആളില്ല. ഞാൻ ആലോചിച്ചിരുന്ന 2-3 പേരുണ്ടായിരുന്നു, അവരാരും ആ സമയത്ത് അവൈലബിൾ അല്ല. ഇനി ആരെയാണ് ഒരു പുതിയ ആളെ ഇടണോ എന്തുവാണെന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എന്നെ അനൂപ് എറണാകുളത്ത് നിന്ന് വിളിച്ച് പറഞ്ഞു, മാളവിക മോഹൻ നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പം എനിക്ക് പെട്ടെന്ന് തോന്നി മാളവിയുടെ മുഖം ഓർമ്മയുണ്ട്. പിന്നെ KV മോഹൻ്റെ മോളാണ്. ഞാനത് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത മുറിയിലുണ്ടായിരുന്നു അഖിൽ ഡോറ് തുറന്നിട്ട് പറഞ്ഞു, അച്ഛാ മാളവിക മോഹൻ എങ്ങനെ ഉണ്ടായിരിക്കും? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇരട്ടകൾ ഒരുപോലെ ചിന്തിക്കും പലപ്പോഴും തോന്നുന്നത്. കാരണം അത് മറ്റോ വിളിച്ച് പറഞ്ഞേ ഉള്ളൂ. അപ്പൊ തന്നെ മാളവികയാണെന്ന് ഫിക്സ് ചെയ്തു. ഞാൻ പിന്നെ അഖിലാണ് മാളവികനെ കോൺടാക്ട് ചെയ്യുകയും ഞാൻ ഫോണിൽ കൂടെ സംസാരിക്കും. ഭയങ്കര ലവിങ് ആയിട്ടുള്ള, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുട്ടിയാണ്. പിന്നെ നല്ല ടാലന്റഡ് ആണ്. അപ്പോൾ അതൊക്കെ ദൈവത്തിന്റെ കൈകളിലൂടെ കടന്നു വരുന്ന കാസ്റ്റിംഗ് ആണ്. ഇപ്പം എനിക്ക് തോന്നുന്നു 45 വർഷമായില്ലേ സാർ സിനിമയിൽ? 43 വർഷം ഡയറക്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞാൻ വന്നിട്ട് 50 അപ്പൊ ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് മുഖങ്ങൾ, ഒരുപാട് ഫ്രെയിംസ് എല്ലാം മനസ്സിലേക്ക് വരുന്നുണ്ടാവും. അപ്പൊ സാർ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിട്ടുള്ള ആൾക്കാർ ചോദിച്ചാൽ ആരായിരിക്കും പറയാം? ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഡോക്ടർ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എന്നെ സിനിമയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്ന ആള് തന്നെയാണ്. ഇല്ലെങ്കിൽ എനിക്ക് ഈ സിനിമയിൽ വരാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നയൻതാര ഞാനല്ലെങ്കിലും വേറെ ആരെങ്കിലും ചിലപ്പോൾ കൊണ്ടുവരുമായിരിക്കും. സംയുക്ത വർമ്മനും അസീനയൊക്കെ, മുത്തുമണി, ഇവരൊക്കെ ഞാനല്ലെങ്കിലും വേറെ ആരെങ്കിലും കൊണ്ടുവരുമായിരിക്കും. പക്ഷേ ഡോക്ടർ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളില്ലായിരുന്നെങ്കിൽ, അത് ഇന്നത്തെ തലമുറയ്ക്ക് ഡോക്ടറെ അറിയില്ല. ഡോക്ടർ ബാലകൃഷ്ണൻ ആ സമയത്ത് ഈ ലേഡീസ് ഹോസ്റ്റൽ, കോളേജുകളിൽ നിന്നൊക്കെയുള്ള സിനിമകൾ ചെയ്തിരുന്ന, അന്ന് ശ്രീനിവാസനെ പോലെ ചിന്തിച്ചിരുന്ന ഒരു റൈറ്ററുമായിരുന്നു അദ്ദേഹം, പ്രൊഡ്യൂസറായിരുന്നു അയാൾ, അങ്ങനെ ഡോക്ടറും കൂടിയായിരുന്നു. അപ്പോൾ ഡോക്ടർ ബാലകൃഷ്ണനാണ് എന്നെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. കാര്യം ഞാൻ ഒരേ ഒരാളോട് മാത്രമേ സിനിമ സംവിധാനം പഠിക്കണമെന്ന് ചോദിച്ചിട്ടുള്ളൂ, അത് ഡോക്ടർ ബാലകൃഷ്ണനാണ്. എനിക്ക് പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല, മുൻപരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. ഡോക്ടർക്ക് ഞാൻ ഒരു കത്തെഴുതി പരിചയപ്പെട്ടിട്ട് പുള്ളിക്ക് ഞാൻ എഴുതിയ കഥകളും കവിതകളും അച്ചടിച്ച് വന്നത് മാതൃഭൂമിയിലൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്ന ബാലമന്തികളിൽ, അതൊക്കെ പുള്ളിക്ക് കാണിച്ചു കൊടുത്തിട്ട് പുള്ളി എന്നെ ഒരു പഠിപ്പിക്കാനായിട്ട്, ഒരു രേഖാ സിനിയാസ് എന്ന് പറഞ്ഞ പുള്ളിക്ക് ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടായിരുന്നു. കോളേജുകൾ എന്നുള്ള സിനിമയിൽ ഹരിഹരൻ ഡയറക്ടർ ചെയ്യുന്ന സിനിമയിൽ എന്നെ ചേർത്തു, ഹരിഹരൻ്റെ അസിസ്റ്റൻ്റായിട്ടാണ് വിളിച്ചത്. അപ്പോൾ ഡോക്ടർ ബാലകൃഷ്ണനാണ് നമ്മളെ കൈപിടിച്ച് കൊണ്ടുവന്ന ഒരാൾ. ആ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ കവിത എഴുതുന്നതും, ഞാൻ എഴുതിയൊരു കവിത പബ്ലിഷ് ചെയ്തൊരു വീക്കിൽ അദ്ദേഹത്തിന് കിട്ടുകയും അടുത്ത സിനിമയിൽ നീ പാട്ട് എഴുതണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. എന്നെ ഗാനരചയിതാവാക്കിയത് പുള്ളിയാണ്. പിന്നെയാണ് കുറേ പാട്ടുകളൊക്കെ എഴുതി. അപ്പം അത് കഴിഞ്ഞ ശേഷം ഞാൻ ഡയറക്ഷൻ തുടങ്ങുന്ന സമയത്ത് എൻ്റെ ആദ്യത്തെ 2-3 സിനിമകൾക്ക് തിരക്കഥ എഴുതിയ ഡോക്ടറാണ്. അപ്പോൾ എനിക്ക് തീരാത്ത കിടപ്പാട് ഡോക്ടർ ബാലകൃഷ്ണനോടുള്ള വ്യക്തികളാണ്. അപ്പം സാറിന്റെ സിനിമകൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസമുണ്ട്. സത്യം പറഞ്ഞാൽ സാറിനോട് സംസാരിച്ച് കഴിയുമ്പോഴും ആ ഒരു ആശ്വാസം എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. സാറിന്റെ ഇത്രയും തിരക്കുകളുടെ ഇടയിൽ നിന്ന് നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദി. ഇനിയും ഒരുപാട് സിനിമകൾ നമുക്ക് സാറിനെ കാണണം. തീർച്ചയായിട്ടും ദൈവം അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കട്ടെ. നമ്മൾ ഈ ഒരു കാര്യം സത്യമാണല്ലോ, കേരളത്തിലെ ഓഡിയൻസിന് അവരോട് നമുക്കുള്ള വിശ്വാസം കൂടുതലാണ്. അതായത് എത്ര സിനിമ മാറിയെന്ന് പറഞ്ഞാലും മനസ്സിനെ ടച്ച് ചെയ്യുന്ന ഒരു വിഷയം ഉണ്ടായാൽ ജനങ്ങൾ ഒന്നിച്ച് ആ സിനിമ കാണാൻ വരുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണ് ഈ അടുത്ത കാലത്ത് ഇറങ്ങി വിജയിച്ച സിനിമകൾ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ.